എടാ രതീഷേ, ആദ്യം കോഴിയാണ് അത് മുട്ടയാണ് ഇത്? മുട്ടക്കോഴി ഉണ്ടായത്. മുട്ടക്കോഴി അല്ലേ? മുട്ട പൊട്ടതിട്ടാ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി കാന്താരി മുട്ട. കാന്താരി മുട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മുന്നേ ഇപ്പോഴും നല്ല അടിപൊളി ഫേമസ് ആയിട്ട് പോകുന്ന സാധനം അല്ലേ? പിന്നെ ഇപ്പൊ ആളുകളൊക്കെ പ്രോട്ടീൻ്റെ പുറകിലാണ്. അപ്പോൾ പ്രോട്ടീൻ വെറുതെ കഴിക്കുന്നതിന് പകരം നമുക്ക് ഇത്തിരി രുചിയോടുകൂടി കഴിക്കാനുള്ള ഒരു റെസിപ്പിയാണ് കാന്താരി മുട്ട കേട്ടോ. അപ്പോൾ നമുക്ക് കാന്താരി മുട്ട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുറച്ച് ശുദ്ധമായ പച്ചവെള്ളം. ഇത് മുട്ടത്തിന് വലിപ്പം കുറവുണ്ടല്ലേ? ഇത് മുട്ട ഇടുന്നതിന് മുന്നേ എടുത്താണ്. സംഗതി 10-300 മുട്ടയായിട്ടാ അല്ലേ? ഇനി കുറച്ച് കല്ലുപ്പില്ലേ അടക്കാം. നല്ല അടിപൊളി ഫ്രഷ് കാന്താരി അല്ലേ? വാവ്. ഇതിന് നെട്ടിപ്പിക്കുമ്പോൾ തന്നെ നല്ല എരിവിൻ്റെ മണമല്ലേ? പുതിയതിനെ കുറച്ച് മതി. ഇതെല്ലാം ഒരുമിച്ച് കിടണം അല്ലേ? കുറച്ച് ചപ്പിട്, എല്ലാ ചപ്പും മിക്സ് ചെയ്യട്ടെ. ഒരൽപ്പം ഉപ്പ്, ഒരൽപ്പം കുരുമുളക്. അതില്ലേ 80% അറിഞ്ഞാൽ മതി. അതാണ് ശരിക്കും. എന്താ സാധനം, നല്ല മണമില്ലേ? കുറേ ചെറു കാന്താരിയാണ് സാധനം. കുറച്ച് ഇഞ്ചി, ഉപ്പ്, കുരുമുളക്. നാരങ്ങ അല്പം തന്നതാ, വെള്ളം കണ്ട ജലാംശം. തണുത്ത വെള്ളം ഒഴിച്ചാൽ മുട്ട അടിപൊളി. ഇങ്ങനെ എടുക്കുക, നല്ലോണം ഇങ്ങനെ പൊട്ടിക്കുക. എന്നിട്ട് ഇതിലൊരു ലെയറുണ്ട് ഈ മുട്ടയിൽ. അങ്ങനെ പാടെ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും മുട്ട. വാവ്, മനോഹരമായ മുട്ട. മുട്ട വലിയ ടാസ്ക് അല്ലേ? അത് പൊട്ടാണ്ട് എടുക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ്. ഫിനിഷ്. ഇത് നമുക്ക് മുട്ടയിൽ കൂടോത്രം അല്ലേ? ജസ്റ്റ് ഇങ്ങനെ നറുക്കുക. അറുത്തിട്ട് നമ്മുടെ കാന്താരി ചമ്മന്തി ഇതിന് വെക്കുക. ഒരൽപ്പം നാരങ്ങ, നമ്മുടെ ചില്ലി ഫ്ലേക്സ്. ഇത് നമുക്ക് അങ്ങനെ കൊണ്ടുവന്നിട്ട് കുറച്ച് മല്ലിയില. ഇതൊക്കെ നമ്മൾ അഡീഷണൽ ചേർക്കണം അല്ലേ, ഭംഗിക്ക് വേണ്ടി. ഇതൊന്നും വെക്കണമെന്ന് നിർബന്ധമില്ല. എന്താ വാവ്, നല്ല എരിവിൻ്റെ മണം കൊണ്ടിട്ടാ. കുട്ടികളൊക്കെ ഒന്ന് പോകേന്ന് വയ്ക്കുന്നു. പക്ഷെ കാന്താരി അതുകൊണ്ട് വലിയ വിഷയമില്ലാവും അല്ലേ? കാന്താരല്ലേ?
ഇതൊരു ഭംഗിക്കാണ് നമ്മൾ ഇത് വെച്ച് കൊടുക്കണം. അടിപൊളി. പരീക്ഷണങ്ങൾക്ക് ഇനിയും കോഴിയും മുട്ടയും അല്ലേ അതിൻ്റെ ജീവിതങ്ങൾ ബാക്കി. ഒരു 4 ഉറുമ്പ് വഴിതെറ്റി ഇങ്ങനെ പോകണതാ. കൂട്ടം തെറ്റി 4 ഉറുമ്പുകൾ നീങ്ങിക്കൊണ്ടിരിക്കണം. കഴിഞ്ഞല്ലേ? അവിടെ ഇരിക്കട്ടെ. എന്താ രസം. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകണം. ആദ്യം നമ്മൾ പിള്ളേർ കൊടുക്കാം. എന്നാ മനെ കഴിക്കും. എന്നാ ഞാൻ എടുത്തോളെ ധൈര്യത്തിൽ എടുത്തോളെ. കണ്ണാട്ടം കൊടുക്കാം ആദ്യം. ചെറിയ കുട്ടി അല്ലേ? കഴിച്ചിട്ട് ഇപ്പോൾ പറയട്ടാ. അല്ല വലിയ മുട്ട നോക്കി എടുത്തിട്ട് നല്ല രസമുണ്ട് കാണേട്ടാ. ആ എരിവും അല്ലേ? മുട്ട വെറുതെ കിടക്കാനല്ലേ? നല്ല കാന്താൻ്റെ അത്ര എരിവൊന്നുമില്ല. എന്താ ഇതൊരു സൂമ എരിവുണ്ടാ? ഇല്ല, ചെറുതായിട്ടേ കാര്യമില്ല. കാന്താരി പിഞ്ചായി തോന്നാട്ടാ. ചിലതിൻ്റെ എതിട്ട് മനഃപൂർവ്വം നിറയെ മുളക് തിരിയില്ല. അത് കിട്ടുന്നതായിരിക്കും ഭാഗ്യം. നമ്മൾ കൊള്ളാം, ടേസ്റ്റ് ഉണ്ട് കേട്ടാ അല്ലേ? വെറുതെ മുട്ട പൊഴി തിന്നുന്നതിനേക്കാളും നല്ലത് അങ്ങനെ കഴിക്കാം. മുട്ട മഞ്ഞ അതിന് കഴിക്കാൻ പാടില്ലെന്ന് പറയും. 1-2 കൈ കുഴപ്പമില്ല. നമ്മളെ ചെറുതായി കഴിച്ചപ്പോഴേ ഇത്തിരി എരിവ് കുറഞ്ഞിട്ടുള്ളൂ അല്ലേ? പുളി കൊണ്ട് ഇത്തിരി എരിവ് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുണ്ട് പിള്ളേരാ? പിള്ളേർ സുഖമായി കഴിക്കണം. അപ്പം അത്ര എരിവൊന്നുമില്ല അല്ലേ? കാര്യമായിട്ട് എരിവൊന്നുമില്ല. ഞാൻ മഞ്ഞ മാറ്റി കേട്ടോ. മഞ്ഞ മാറ്റിയിട്ട് നമുക്ക് ഇച്ചിരി കാന്താരി കേട്ടോ. ഇത് പോരാത്തുള്ളൂ നമ്മൾ കൊണ്ട് വെച്ചിരിക്കണം. മഞ്ഞൊക്കെ മാറ്റിയിട്ട് ഫുള്ള് കാന്താരി വെച്ചിരിക്കാം. അതാ ഫുള്ള് കാന്താരി കേട്ടോ. നോക്കാം. ശരിക്കും നന്ന വെക്കണം. അപ്പം ടേസ്റ്റ് ഒന്ന് തൂങ്ങുമ്പോൾ ടേസ്റ്റ് ഇടാം. എരിവുണ്ട്, പക്ഷെ മുട്ടൻ്റെ ആ വെള്ളയിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ ഉപ്പ് മാത്രം കുഴിഞ്ഞതല്ലേ, അതുകൊണ്ട് അറിയില്ല മാത്രം. മഞ്ഞ മാറ്റാം. മഞ്ഞ 2 കഴിച്ചാൽ മതി. 2 മഞ്ഞ ഇല്ലാത്തതും 2 മഞ്ഞളും. സംഭവം കഴിഞ്ഞിട്ടാ. അപ്പം മുട്ടയ്ക്ക് എരിവില്ലാന്നുള്ള ഒന്നുമില്ല. ഞാൻ അടുത്ത് എടുക്കാം നമുക്ക്. മുട്ട അതാ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വെച്ചോ അതിന് മുകളിൽ വെച്ചോ. അപ്പോൾ മഞ്ഞ കളഞ്ഞിട്ട് എന്ത് കാണിച്ചിട്ടുണ്ട്? കുറച്ച് കാന്താരി വെച്ചിട്ട് കുറച്ച് നമ്മുടെ നാരങ്ങ നീര് നമ്മൾ എടുത്തിട്ടാ. ഈ നാരങ്ങ ഒഴിക്കുമ്പോൾ ശരിക്കും അതിൻ്റെ എരിവ് നല്ലോണം കുറയുന്നുണ്ട്. നാരങ്ങ നീര് കൊടുത്തിട്ട് മൂക്കിന് കൂടെ കയറി പോകാം എരിവിൻ്റെ. അടിപൊളി സാധനം. പക്ഷെ കഴിക്കാൻ മുട്ട വെറുതെ കഴിച്ചിട്ട് ഇഷ്ടപ്പെടാത്തവർ ഇതുപോലെ പലതും പരീക്ഷിക്കട്ടെ. ഇതുപോലെ ഒരുപാട് തരം മസാല ഉണ്ട്. നമ്മളെന്താണ് നമ്മുടെ കേരളത്തിൻ്റെ ഒതൻറ്റിക് കാന്താരി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ അല്ല. ശരിക്കും പറഞ്ഞാ തായ് ചില്ലി എന്നാണ് ശരി കാന്താരി പറയാം. തായ് ചില്ലി എന്നാണ് പറഞ്ഞത്. കേരളത്തിൻ്റെ ആണോ അല്ലെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. ഞാൻ അറിയുന്നത് പറഞ്ഞത് മതി. എനിക്കറിഞ്ഞ് ഞാൻ പറഞ്ഞു. ഒരാളുടെ അറിവ് പല രീതിയിലായിരിക്കും. സംഭവം ഇതാണ്. കൊള്ളാം, ട്രൈ ചെയ്ത് നോക്കണ്ട. ഇതാണ് കേട്ടാ. അപ്പോൾ ഇനി നമ്മൾ കുറേ മുട്ടയുണ്ട്, കുറേ കുട്ടികൾ വരാനുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ടേസ്റ്റ് നോക്കി കൊടുക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നേക്കും. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ. ഈ എരിവിൽ ശരിക്കും കട്ടൻ ചായ കൂടി കിട്ടണം.